നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ഏയ് ഒന്നുമില്ല, ഞാൻ അതൊക്കെ അതിൻ്റെ രീതിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലീറ്റസ് ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള കേസ് കൈകാര്യം ചെയ്യണേ. പിന്നെന്തിനാ ടെൻഷൻ പിടിക്കണേ? പോലീസാ? പോലീസല്ല, ഇനി പട്ടാളം വന്നാൽ മൂക്കൊണ്ട് ഇക്ഷ ഞഞ്ഞ വരയ്ക്കേണ്ടി വരും. ആ സേഫാണ്. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ കേസൊക്കെ അങ്ങ് തേഞ്ഞു വാഞ്ഞു പോവും. ഓ ഇല്ലില്ല, ഞാൻ വിളിച്ചോളാം. ശരി, ഇനി ഇതിന് വേണ്ടി ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടോ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ എന്നാ, ഓക്കെ ശരി. ചാടിപ്പോയ പ്രതി നിന്റെ ആങ്ങളെ ഉണ്ടല്ലോ, മരപ്പട്ടിന്ന് പറഞ്ഞ് ഒളിപ്പിച്ച് എത്തിക്കുന്നു. എത്ര ദിവസമാണ് വന്നിട്ട്? അളയാ കള്ളം കളിക്കരുത്. നീ ഒന്നും മിണ്ടരുത്, നീ മിണ്ടിപ്പോരുത്. ആരാണെന്നാ അളിയും പൊട്ടം കളിക്കരുത് കേട്ടോ. ചേട്ടാ എന്ത് ഇയാളെങ്ങനെ രാത്രി ഇവിടെ വന്നേ? എന്റെ പൊന്ന് പെങ്ങൾക്ക് അറിയോ, ഇവനാണ് എന്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയ പുള്ളി. ഇവനെ കൊണ്ട് ഇവനെ തടവിൽ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ മുകളിൽ നിങ്ങൾ പുന്നാര ഭർത്താവ് മരപ്പട്ടി എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നു. ഞാനും ചോദിക്കുന്നു. എന്റെ പ്രതിയോട് നീ സംസാരിക്കരുത്, എന്റെ പ്രതിയോട് സംസാരിക്കരുത്. എടീ എന്റെ ആങ്ങളെ കാണിച്ചോണ്ടടി, ഒരു ദുഷ്ടനും കാണിക്കലോ അറിയില്ല. സത്യമായിട്ട് ഞാൻ ഒരുപാട് കിടന്ന് ഉരുളല്ലേ ക്ലീറ്റോ? ക്ലീറ്റോ എത്ര പ്രാവശ്യം മുകളിലോട്ട് കയറി പോയിട്ടുണ്ട്? ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ക്ലീറ്റോനെ? മരപ്പട്ടിക്ക് വേണ്ടിട്ട് ഞാൻ പോയതാ. മരപ്പട്ടി എന്തിനാ? മരപ്പട്ടി സാധാരണ ചോറും ദോശ തിന്നണേ ആണോ? അത് ഈ ചില മരപ്പട്ടികളെ പിടിക്കണമെങ്കിൽ അത് വെച്ചു കൊടുത്തു. അളിയന്റെ പെങ്ങളുടെ മുഖവും ആ കുട്ടികളുടെ മുഖവും ഒന്ന് ആലോചിക്കേണ്ടിയിരുന്നു. കർത്താവിനാണ് നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാന്ന് പറഞ്ഞത്? ഈ പ്രതിനെ എന്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ കൊടുക്കൂലായിരുന്നു. അയ്യോ അത് ഞാൻ വെറുതെ അളിയന് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ എന്റെ പാർട്ടിയിലെ എനിക്ക് വേണ്ടപ്പെട്ട ഇവൻ നാട്ടിൽ ഒരു ചെറിയ കേസിൽ പെട്ട് അങ്ങനെ ഒളിവില്. അപ്പൊ ഒളിക്കാൻ പറ്റിയ സ്ഥലം ഇവിടെയാന്ന് പറഞ്ഞ നാട്ടിലെ മുഴുവൻ ഒളിവ് പ്രതികളെ താമസിക്കുന്ന സ്ഥലമാണ്. അല്ല എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കാൻ. അളി എന്താണ് ഇങ്ങനെ ആയിപ്പോയത്? സത്യമായിട്ട് ഞാൻ ഇവനെ എനിക്ക് മറ്റവനായിട്ട്
എന്റെ ദൈവമേ. നടരാജ നിന്നെ നല്ലപോലെ കടിച്ചോടാ. വേദനയുണ്ടോ? അപ്പൊ ഇതാണ് ചോറും ദോശയും തിന്നണ മരപ്പട്ടി അല്ലേ? ഇത് എന്നോട് പറഞ്ഞാൽ എന്താ ക്ലീറ്റോ? അതുപോലെ നീ അറിഞ്ഞാൽ ചിലപ്പോ നീ ക്ലാരയുടെ അടുത്ത് പറഞ്ഞാൽ പിന്നെ പോലീസുകാരൻ അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ പറയാം. ഇപ്പൊ എല്ലാം ഭംഗിയായല്ലോ. അയാളപ്പ എങ്ങനെ വന്നു ഇവിടെ? അയാൾ എങ്ങനെ വന്നു എനിക്ക് എങ്ങനെ അറിയാം? അവൻ ബുദ്ധിയുള്ള കള്ളനല്ലേടി. അവനറിയാം ഒളിക്കാൻ ഏറ്റവും നല്ലത് ഈ പോലീസുകാരന്റെ വീട്ടിലാണ്. അപ്പൊ പിന്നെ വേറെ പോലീസ് അന്വേഷിച്ചു വരില്ലല്ലോ. ഇതിനിപ്പം എന്ത് ചെയ്യാം? നമുക്ക് ഈ മരപ്പട്ടീനെ ഇവിടെ ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുക്കാം. അപ്പൊ ഇനി വീട്ടില് വേറെ മരപ്പട്ടി ഉണ്ടോ? യഥാർത്ഥ മരപ്പട്ടി അതിന്റെ മേളിൽ ഇരിക്കണല്ലേ ഉള്ളൂ. അതിനെ പിടിക്കണ്ടേ?